മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പദാർത്ഥത്തിൻ്റെ അവസ്ഥകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ 9th-ലും 10th-ലും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ കൂട്ടിയോജിപ്പിക്കൽ മാത്രമാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് മാറ്റർ, പദാർത്ഥം. മാറ്റർ പല അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ അവസ്ഥയിലാണ് മാറ്റർ കാണപ്പെടുക? പ്രധാനമായിട്ടും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പിന്നെ പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ തുടങ്ങിയ മറ്റു അവസ്ഥകളൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മാറ്ററിനെ 3 രൂപത്തിലേക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ നമുക്കറിയാം സോളിഡ് എന്ന് പറയുമ്പോൾ പിന്നെ ആ മോളിക്യൂളിൽ സോളിഡ് എന്ന് പറയുമ്പോൾ ഖരാവസ്ഥ, അതിൽ പാർട്ടിക്കിളുകൾ തമ്മിൽ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുക. ഗ്യാസ് ആണെങ്കിലോ പാർട്ടിക്കിളുകൾ തമ്മിൽ ഒരുപാട് ദൂരത്ത് സ്ഥിതി ചെയ്യും. ലിക്വിഡ് ആണെങ്കിലോ ഇത് രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് പാർട്ടിക്കിൾസ് കാണപ്പെടുക. അപ്പോൾ അതാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ഗ്യാസ് സ്റ്റേറ്റിനെ പറ്റിയും പിന്നെ ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഗ്യാസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യണുള്ളൂ. അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ഇന്റർമോളിക്യുലാർ ഫോഴ്സസ്. ആദ്യത്തെ നമ്മുടെ ടോപ്പിക് അതാണ്, വാട്ട് ആർ ഇന്റർമോളിക്യുലാർ ഫോഴ്സസ്. ഇന്റർമോളിക്യുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കേണ്ടത്, അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസ് ആർ കോൾഡ് ഇന്റർമോളിക്യുലാർ ഫോഴ്സ്. അതായത് ഇപ്പോൾ ഏതൊരു സ്റ്റേറ്റ് ആണെങ്കിലും, സോളിഡ് ആവട്ടെ, ലിക്വിഡ് ആവട്ടെ, ഗ്യാസ് ആവട്ടെ, അതിൽ കുറേ പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ അയോണുകൾ, മോളിക്യൂളുകൾ ഇവരൊക്കെ കൂടി ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ടാവും, റിപ്പൾസീവ് ഫോഴ്സും ഉണ്ടാവും. ആകർഷണ ബലമുണ്ട്, അതേപോലെ വികർഷണ ബലം ഉണ്ടാവും. ഇവരെ നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരാണെന്ത്? ഇന്റർമോളിക്യുലാർ ഫോഴ്സസ്. അപ്പോൾ എന്താ ഇന്റർമോളിക്യുലാർ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ? അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസ്. ദാറ്റ് പാർട്ടിക്കിൾസ് മേ ബി ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അപ്പോൾ ഇന്റർമോളിക്യുലാർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാ? ബിറ്റ്വീൻ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസ്. ബിറ്റ്വീൻ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾസ്. ബിറ്റ്വീൻ ഇന്ററാക്ടിംഗ് പാർട്ടിക്കിൾ. ഇന്ററാക്ട് ചെയ്യുന്ന പാർട്ടിക്കിളുകൾ, ആറ്റങ്ങൾ അല്ലെങ്കിൽ അയോണുകൾ, ഇവർ തമ്മിലുണ്ടാകുന്ന അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇന്റർമോളിക്യുലാർ ഫോഴ്സസ് എന്ന് വിളിക്കുക. അവിടെയുള്ള അട്രാക്റ്റീവ് ഫോഴ്സുകൾ പറഞ്ഞ പേരാണ് വാണ്ടർവാൾസ് ഫോഴ്സസ്. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഏത്? വാണ്ടർവാൾസ് ഫോഴ്സസ്. അപ്പോൾ ഇവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് ഏതാണ്? വാണ്ടർവാൾസ് ഫോഴ്സസ്. അട്രാക്റ്റീവ് ഫോഴ്സ് ഏതാ? വാണ്ടർവാൾസ് ഫോഴ്സസ്. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വാണ്ടർവാൾസ് ഫോഴ്സ് എന്ന് വിളിക്കാം. ഈ വാണ്ടർവാൾസ് ഫോഴ്സുകളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ് 3 ടൈപ്പ് വാണ്ടർവാൾസ് ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ? വാണ്ടർവാൾസ് ഫോഴ്സിൻ്റെ 3 ടൈപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. പിന്നെ വരുന്നത് ഡൈപോൾ
ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻ്ററാക്ഷൻ. ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻ്ററാക്ഷൻ. തേർഡ് വണ് ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്. ലണ്ടൻ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഫോഴ്സ്. ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്. അതായത് വാണ്ടർവാൾസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സുകളാണ്. ഈ അട്രാക്റ്റീവ് ഫോഴ്സുകളെ, അതായത് വാണ്ടർവാൾസ് ഫോഴ്സുകളെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഡൈപോൾ ഇൻ്ററാക്ഷൻ, പിന്നെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻ്ററാക്ഷൻ, ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്. ശ്രദ്ധിക്കേണ്ടത് ഈ ഡൈപോൾ ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോളിക്യൂളുകൾ രണ്ടും പോളാർ മോളിക്യൂളാണെന്ന് വിചാരിക്കാം. പോളാർ മോളിക്യൂളുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ പേരാണെന്ത്? ഡൈപോൾ ഇൻ്ററാക്ഷൻ. അതായത് മോളിക്യൂളുകൾ ഇൻട്രാക്ട് ചെയ്യുന്ന മോളിക്യൂളുകൾ രണ്ടും എന്തായിരിക്കും? പോളാർ ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് HCl എന്നുള്ള മോളിക്യൂൾ നമ്മൾ എടുക്കാം. HCl നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് HCl എന്നുള്ള പോളാർ മോളിക്യൂൾ HCl അതിന് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഹൈഡ്രജന് സാധാരണ പോസിറ്റീവ് ചാർജും ക്ലോറിന് നെഗറ്റീവ് ചാർജും. HCl എന്നുള്ള ഒരു മോളിക്യൂൾ കിട്ടി. അടുത്ത ഇതിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന മോളിക്യൂൾ എന്തുതന്നെയാണ്? HCl തന്നെയാണ്. ഹൈഡ്രജൻ പ്ലസ് Cl മൈനസ്. അപ്പം ഇങ്ങനെ ഇതും പോളാർ മോളിക്യൂൾ, ഇതും പോളാർ മോളിക്യൂൾ. അപ്പോൾ പോളാർ മോളിക്യൂളും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറഞ്ഞ പേരാണെന്ത്? ഡൈപോൾ ഇൻ്ററാക്ഷൻ. അപ്പോൾ ആരൊക്കെ തമ്മിലാ? ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് പൊസസിങ് പെർമനന്റ് ഡൈപോൾ. അതായത് പോളാർ മോളിക്യൂളുകൾ തമ്മിലുള്ള ഫോഴ്സിന്റെ പേരാണെന്ത്? ഡൈപോൾ ഇൻ്ററാക്ഷൻ. പിന്നെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഡൈപോൾ ഇൻ്ററാക്ഷൻ്റെ കേസിൽ ഇവിടെ ഇപ്പോൾ നോക്ക്, ഇവിടെ Cl മൈനസ്, ഇവിടെ H+. അതായത് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും അടുത്തടുത്ത് വരുന്ന രൂപത്തിലാണ് നമ്മൾ ആ മോളിക്യൂളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതാണ് ഡൈപോൾ ഇൻ്ററാക്ഷൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ മനസ്സിലാക്കുക, ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ളത് ഈ ഡൈപോൾ ഇൻ്ററാക്ഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജനും ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റായ ഫ്ലോറിൻ, നൈട്രജൻ, ഓക്സിജൻ ഇവരുമായിട്ടുണ്ടാക്കുന്ന ബോണ്ടാണെന്ത്? ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതും ഏതിൽ വരുന്നു? ഡൈപോൾ ഇൻ്ററാക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻ്ററാക്ഷൻ. എന്താ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കേണ്ടത് ഡൈപോൾ അതായത് പോളാർ മോളിക്യൂള്, പിന്നെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ പോളാർ മോളിക്യൂളാണ്. അപ്പം ഈ നോൺ പോളാർ മോളിക്യൂള് ഒരു പോളാർ മോളിക്യൂളിൻ്റെ അടുത്ത് വരുമ്പോൾ അത് കുറച്ച് സമയത്തേക്കെങ്കിലും എന്ത് ചെയ്യും? അതിന് പോളാർ സ്വഭാവം കിട്ടുന്നു. പോളാർ സ്വഭാവം അതിലേക്ക് പ്രേരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻ്ററാക്ഷൻ ആരൊക്കെ തമ്മിലാണ്? പോളാർ മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂളും തമ്മിലാണ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കുക. ദെൻ ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്, ഇതാരൊക്കെ തമ്മിലുള്ള ഇൻ്ററാക്ഷനാ? ദ ഫോഴ്സസ് ബിറ്റ്വീൻ ടു നോൺ പോളാർ മോളിക്യൂൾ. രണ്ട് നോൺ പോളാർ മോളിക്യൂളുകൾ തമ്മിലുള്ള ഫോഴ്സാണെന്ത്? ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേർഷൻ ഫോഴ്സ്. ലണ്ടൻ ഓർ ഡിസ്പേർഷൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദ ഫോഴ്സസ് ബിറ്റ്വീൻ ടു നോൺ പോളാർ മോളിക്യൂൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പോളാറും തമ്മിലാണെങ്കിൽ ഡൈപോൾ ഇൻ്ററാക്ഷൻ അല്ലെ. ഇപ്പം നമ്മൾ ഒന്നാമത്തെ കേസിൽ ഡൈപോൾ ഇൻ്ററാക്ഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആരൊക്കെ തമ്മിലാ? പോളാർ മോളിക്യൂളും തമ്മിലുള്ള ഇൻ്ററാക്ഷനാണ് ഡൈപോൾ ഇൻ്ററാക്ഷൻ. പോളാർ മോളിക്യൂളും തമ്മിൽ. സെക്കൻഡ് വൺ
ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. ആരൊക്കെ തമ്മിലാ? പോളാർ മോളിക്യൂളും നോൺ പോളാർ മോളിക്യൂളും തമ്മിലാവുമ്പോൾ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഇന്ററാക്ഷൻ. തേർഡ് വൺ ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേഴ്സൺ ഫോഴ്സ്. ആരൊക്കെ തമ്മിലാ? ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേഴ്സൺ ഫോഴ്സ് എന്ന് പറയുമ്പോൾ മോളിക്യൂളുകളൊക്കെ നോൺ പോളാർ ആയിരിക്കാം. നോൺ പോളാർ ഇന്ററാക്ഷൻ, അതിനെയാണ് ലണ്ടൻ ഫോഴ്സ് ഓർ ഡിസ്പേഴ്സൺ ഫോഴ്സ് എന്ന് പറയാം. ഇനി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവരെ ജസ്റ്റ് ഒന്ന് മാറ്റാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ ഫോഴ്സ് ആരൊക്കെ തമ്മിലായിരിക്കും? നോൺ പോളാറും തമ്മിലാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫോഴ്സ് ഉണ്ടായിരിക്കുക ലണ്ടൻ ഫോഴ്സ്. ഏറ്റവും കുറഞ്ഞത് ആരാണ്? ലണ്ടൻ ഫോഴ്സ്. ഏറ്റവും കുറവ് ഫോഴ്സ് ലണ്ടൻ ഫോഴ്സ്. അതിനേക്കാളും കൂടുതൽ ഡൈപോൾ. പിന്നെ അയോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാവും അല്ലെ? കാറ്റയോണും ആനയോണും തമ്മിലൊക്കെ ഉള്ള ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഫോഴ്സ് കൂടുതൽ ഏതിലായിരിക്കും? അയോൺ ഫോഴ്സ്. അയോൺ ഫോഴ്സിലാണ് ഏറ്റവും സ്ട്രോങ് ഉണ്ടായിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലണ്ടൻ ഫോഴ്സ് ലെസ് ദാൻ ഡൈപോൾ, ദാറ്റ് ഈസ് ലെസ് ദാൻ അയോൺ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് എന്നുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഫോഴ്സസ് between interacting particles are called intermolecular forces. Attractive forces are called van der Waals forces. It can be classified into three: dipole interaction, that is in between polar and polar molecule. Then second one is dipole induced dipole interaction between polar and non-polar molecule. London force or dispersion force between two non-polar molecule. So our next topic is intermolecular forces versus thermal interaction. Intermolecular ഫോഴ്സും തെർമൽ ഇൻട്രാക്ഷനും തമ്മിൽ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ദാറ്റ് ഹോൾഡ്സ് മോളിക്യൂൾസ് ടുഗദർ. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടിയാൽ എന്താ സംഭവിക്കുക? മോളിക്യൂളുകളെ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ അങ്ങനെ പിടിച്ചു നിർത്തും. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടുതലാവുമ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് ഹോൾഡ്സ് ദ മോളിക്യൂൾസ് ടുഗദർ. അതേസമയം തെർമൽ ഇൻട്രാക്ഷൻ കൂടുതലാണെങ്കിലോ? തെർമൽ ഇൻട്രാക്ഷൻ കൂടുതലാവുക, അതായത് ടെമ്പറേച്ചർ കൂടുക. ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? മോളിക്യൂൾ മാക്സിമം ഡിസ്റ്റൻസിലേക്ക് പോവുകയാണ് ചെയ്യാം. ആ തെർമൽ ഇൻട്രാക്ഷൻ കൂടുമ്പോൾ ദാറ്റ് കീപ് മോളിക്യൂൾസ് അപ്പാർട്ട്. അതെന്ത് ചെയ്യുന്നു? മോളിക്യൂളുകളെ മാക്സിമം ദൂരെ കൊണ്ടുപോയി നിർത്തുന്നു. അപ്പോൾ ഇന്റർമോളിക്കുലാർ ഫോഴ്സും തെർമൽ ഇൻട്രാക്ഷനും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, വിപരീതാനുപാതത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ മാറ്ററിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ നമ്മൾ എടുത്ത് നോക്ക്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതിലേതിലായിരിക്കും ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടുക? അതായത് മോളിക്യൂളുകൾ വളരെ ടൈറ്റായി പാക്ക് ചെയ്യുക ഏതിലാണ്? സോളിഡിലല്ലേ. അപ്പോൾ ഇവിടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഇവിടെ വളരെ കൂടുതലാണ് അല്ലേ? ഇന്റർമോളിക്കുലാർ ഫോഴ്സിൻ്റെ അളവ് നോക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ഇതിൽ, അത് ഗ്യാസിനേക്കാളും കൂടുതൽ ലിക്വിഡിനേക്കാളും കൂടുതൽ സോളിഡിൽ. അപ്പോൾ ഇന്റർമോളിക്കുലാർ ഫോഴ്സിൻ്റെ ഓർഡർ നമുക്ക് ഇങ്ങനെ എഴുതാം: ഏറ്റവും കൂടുതൽ സോളിഡ്, അതിനേക്കാളും കുറവ് ലിക്വിഡ്, ഏറ്റവും കുറവ് ഗ്യാസ്. അതേസമയം തെർമൽ ഇൻട്രാക്ഷൻ നോക്കാം. അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ മോളിക്യൂളുകൾ മാക്സിമം ഡിസ്റ്റൻസിലേക്ക് പോകുന്നു. ഇവിടെ ഏതിലാണ് മോളിക്യൂൾ ഡിസ്റ്റൻസിലായിരിക്കുക? മാക്സിമം ദൂരത്തിലുണ്ടായിരിക്കുക ഏതിലാ? ഗ്യാസ് സ്റ്റേറ്റിലല്ലേ. അപ്പോൾ നമ്മൾ തെർമൽ ഇൻട്രാക്ഷനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. തെർമൽ ഇൻറ്ററാക്ഷൻ നോക്ക്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഏറ്റവും കൂടുതൽ തെർമൽ ഇൻട്രാക്ഷൻ, അതായത് ദാറ്റ് കീപ്സ് മോളിക്യൂൾസ് അപ്പാർട്ട്. മോളിക്യൂളുകളെ മാക്സിമം ഡിസ്റ്റൻസിൽ നിർത്തുന്നത് എവിടെയാണ്? ഗ്യാസിലാണ്. അവ തെർമൽ ഇൻട്രാക്ഷൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? കൂടും. സോളിഡിൻ്റെ കേസിൽ തെർമൽ ഇൻട്രാക്ഷൻ വളരെ കുറവാണ്. ലിക്വിഡ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും, ഗ്യാസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്റർമോളിക്കുലാർ ഫോഴ്സും തെർമൽ ഇൻട്രാക്ഷനും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്.
അപ്പം ഇനി നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ ഒരു സ്റ്റേറ്റിനെ പറ്റിയാണ്, ഗ്യാസ് സ്റ്റേറ്റിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക ഗ്യാസ് സ്റ്റേറ്റിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്. വാട്ട് ആർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് ഓർ ഗ്യാസ് സ്റ്റേറ്റ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് സ്റ്റേറ്റ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് സ്റ്റേറ്റ് ഏതൊക്കെയാ? ഗ്യാസ് വാതകമാണ്, നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം അതിനെ കംപ്രസ് ചെയ്യാം അല്ലേ, നല്ല പ്രഷർ കൊടുത്തിട്ട് പരമാവധി അതിനെ അടുത്തടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ദാറ്റ് ക്യാൻ ബി കംപ്രസ്ഡ് ടു എ ലാർജ് എക്സ്റ്റെൻഡ്. അപ്പോൾ ഗ്യാസ് സ്റ്റേറ്റിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എഴുതാം എന്ത്? ദാറ്റ് ക്യാൻ ബി കംപ്രസ്ഡ് ടു എ ലാർജ് എക്സ്റ്റെൻഡ്. ഒരുപാട് എന്ത് ചെയ്യാം, നമുക്ക് കംപ്രസ് ചെയ്യാം. അത് ഗ്യാസ് ആണ്, കംപ്രസിബിൾ ആണ്. ക്യാൻ ബി കംപ്രസ്ഡ്. ദാറ്റ് ക്യാൻ ബി കംപ്രസ്ഡ് ടു എ ലാർജ് എക്സ്റ്റെൻഡ്. ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ ഗ്യാസ് സ്റ്റേറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദാറ്റ് എക്സേർട്സ് പ്രഷർ ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഭാഗത്തു നിന്നും തുല്യമായ അളവിൽ എന്ത് ചെയ്യും, പ്രഷർ കൊണ്ടുവരുന്നു, പ്രഷർ ചെലുത്തുന്നു, മർദ്ദം കൊണ്ടുവരാൻ ആർക്ക് കഴിയും? ഈ ഗ്യാസ് സ്റ്റേറ്റിന്. കാരണം ഗ്യാസുകൾ അതെടുത്തിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വാൾസിൽ ഇങ്ങനെ ചുമരുകളിൽ വല്ലാണ്ട് കൂട്ടിമുട്ടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ എന്തുണ്ടാവുക, പ്രഷർ ഉണ്ടാവുക. അപ്പോൾ എല്ലാ ഭാഗത്തുള്ള കൂട്ടിമുട്ടൽ ഒരുപോലെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈക്വലായിട്ട് എന്ത് ചെയ്യും, പ്രഷറിനെ കൊണ്ടുവരാൻ ഗ്യാസിന് കഴിയുന്നു. അപ്പോൾ ദാറ്റ് എക്സേർട്സ് പ്രഷർ ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സേർട്സ് പ്രഷർ ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. എക്സേർട്സ് പ്രഷർ ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഭാഗത്തേക്കും കൃത്യമായ രൂപത്തിൽ എന്ത് ചെയ്യും, തുല്യമായ രൂപത്തിൽ പ്രഷറിനെ കൊണ്ടുവരാൻ ഗ്യാസ് സ്റ്റേറ്റിന് കഴിയുന്നു. പിന്നെ ഗ്യാസ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താ? സോളിഡിനേക്കാളും ലിക്വിഡിനേക്കാളൊക്കെ ഡെൻസിറ്റി കുറവായിരിക്കും അല്ലേ, കട്ടി കുറവായിരിക്കുമല്ലോ. അപ്പോൾ സോളിഡിനേക്കാളും ലിക്വിഡിനേക്കാളൊക്കെ എന്ത് ചെയ്യും, ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഗ്യാസ് സ്റ്റേറ്റിൻ്റെ മൂന്നാമത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക മച്ച് ലെസ് ഡെൻസിറ്റി, അല്ലെങ്കിൽ മച്ച് ലെസ്സർ ഡെൻസർ അല്ലേ, മച്ച് ലെസ് ഡെൻസർ ദാൻ ലിക്വിഡ് ആൻഡ് സോളിഡ്. അപ്പം എന്തെഴുതാം? മച്ച് ലെസ് ഡെൻസർ, ഡെൻസിറ്റി വളരെ കുറവാണ്. മച്ച് ലെസ് ഡെൻസർ ദാൻ സോളിഡ് ആൻഡ് ലിക്വിഡ്. സോളിഡിനേക്കാളും ലിക്വിഡിനേക്കാളൊക്കെ എന്ത് ചെയ്യും, ഡെൻസിറ്റി കുറവായിരിക്കും. മച്ച് ലെസ് ഡെൻസർ ദാൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്. പിന്നെ ഗ്യാസ് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാവുന്ന ഒന്നാണ്, കൃത്യമായ ഷേപ്പ് ഉണ്ടാകില്ല, വോളിയം ഉണ്ടാകില്ല. കൃത്യമായ ഷേപ്പും ഇല്ല, വോളിയവും ഇല്ല. അപ്പോൾ ഡസ് നോട്ട് ഹാവ് ഷേപ്പ്, റെഗുലർ ഷേപ്പ് ആൻഡ് വോളിയം. ഡസ് നോട്ട് ഹാവ് എനി ഷേപ്പ് ആൻഡ് വോളിയം. എന്തുണ്ടാവില്ല? ഷേപ്പ് ഉണ്ടാവില്ല. ഗ്യാസ് സ്റ്റേറ്റിന് ഷേപ്പ് ഉണ്ടാവില്ല, വോളിയവും ഉണ്ടാവില്ല. ഡസ് നോട്ട് ഹാവ് എനി ഷേപ്പ് ആൻഡ് വോളിയം. ഡസ് നോട്ട് ഹാവ് എനി ഷേപ്പ് ആൻഡ് വോളിയം. പിന്നെ ഗ്യാസസ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം, അവരെ നന്നായിട്ട് മിക്സ് ചെയ്യാനൊക്കെ പറ്റും അല്ലേ. മിക്സസ് ഫുള്ളായിട്ട് എന്ത് ചെയ്യാം, മിക്സ് ചെയ്യാൻ കഴിയും. അത് നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ പറ്റും. ആ പ്രധാനപ്പെട്ട ചില പ്രോപ്പർട്ടികൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ദാറ്റ് ക്യാൻ ബി കംപ്രസ്ഡ്. എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ക്യാൻ ബി കംപ്രസ്ഡ്. സെക്കൻഡ് വൺ, ദാറ്റ് എക്സേർട്സ് പ്രഷർ ഈക്വലി ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യും, കൃത്യമായിട്ട് പ്രഷർ ചെലുത്താൻ ആർക്ക് പറ്റും? ഗ്യാസ് സ്റ്റേറ്റിന് കഴിയുന്നു. തേർഡ് വൺ, മച്ച് ലെസ് ഡെൻസർ ദാൻ സോളിഡ് ആൻഡ് ലിക്വിഡ്.
സോളിഡിനേക്കാളും ലിക്വിഡിനേക്കാളും ഡെൻസിറ്റി വളരെ കുറവാണ്. ഫോർത്ത് വൺ, ഡസ് നോട്ട് ഹാവ് എനി ഷേപ്പ് ആൻഡ് വോളിയം. എന്തുണ്ടാവില്ല? ഷേപ്പും വോളിയവും ഒന്നും ഉണ്ടായിരിക്കില്ല. ഏതിന്? ഗ്യാസ് സ്റ്റേറ്റിന്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രോപ്പർട്ടീസൊക്കെ അവർ കാണിക്കുന്നുണ്ടാവുക? ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് അല്ലേ, കംപ്രസ് ചെയ്യാൻ പറ്റും, ഷേപ്പില്ല, വോളിയം ഇല്ല, ഇതൊക്കെ കാണിക്കാനുള്ള റീസൺ എന്താ? ഗ്യാസ് സ്റ്റേറ്റിൽ ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ എന്താണ്? വളരെ വീക്കാണ്. നെഗ്ലിജിബിൾ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഗ്യാസ് സ്റ്റേറ്റിൽ ഇത്തരം പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കാനുള്ള റീസൺ ഇറ്റ് ഈസ് ഡ്യൂ ടു നെഗ്ലിജിബിൾ, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ ചെറുതാണ്, നമുക്കതിനെ അവോയ്ഡ് ചെയ്യാൻ തന്നെ പറ്റും. അതുകൊണ്ടാണ് ഇവരെ കംപ്രസ് ചെയ്യാം, ഷേപ്പില്ല, വോളിയമില്ല തുടങ്ങിയ ഇത്തരം പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് ഇറങ്ങാണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക്കായ ചില ടേമുകൾ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് വോളിയം എന്നുള്ളതാണ്. വോളിയം മലയാളത്തിൽ നമ്മൾ വ്യാപ്തം എന്നൊക്കെ വിളിക്കും. ഇപ്പം ഗ്യാസിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഏത് പാത്രത്തിലാണോ ആ ഗ്യാസ് എടുത്തിട്ടുള്ളത് ആ പാത്രത്തിൻ്റെ വോളിയമാണെന്ത്? ഗ്യാസിൻ്റെ വോളിയം. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ടേക്കൺ. വോളിയം ഓഫ് എ ഗ്യാസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ടേക്കൺ. ഏത് പാത്രത്തിലാണോ നമ്മൾ ഗ്യാസ് എടുത്തിട്ടുള്ളത് പാത്രത്തിൻ്റെ വോളിയമാണ് അതിലെ ഗ്യാസിൻ്റെ വോളിയമായിട്ട് കണക്കാക്കുക. ദെൻ വോളിയത്തിൻ്റെ യൂണിറ്റ് നോക്ക്, ലിറ്റർ എന്നുള്ള യൂണിറ്റിലാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പോൾ 1 ലിറ്ററിന് ഈക്വലൻ്റ് ആയ ടേമുകൾ ഏതൊക്കെയാണെന്ന് അറിയണം. വോളിയത്തിൻ്റെ യൂണിറ്റ് 1 ലിറ്റർ എന്നെടുത്തു. ഈ 1 ലിറ്ററിന് ഇക്വലൻ്റ് ആയ ടേമുകൾ ഏതൊക്കെയാണ്? 10⁻³ മീറ്റർ ക്യൂബ്. 10⁻³ മീറ്റർ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡെസിമീറ്റർ ക്യൂബ്. 1 ഡെസിമീറ്റർ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബ്. 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 10⁻³ മില്ലിലിറ്റർ. 10⁻³ മില്ലിലിറ്റർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് വോളിയം ലിറ്റർ എന്നുള്ള യൂണിറ്റ് 1 ലിറ്റർ എന്തിനൊക്കെ ഇക്വലൻ്റ് ആവും? 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡെസിമീറ്റർ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻³ ml. നമുക്കറിയാം 1000 മില്ലി ലിറ്ററിനെയാണ് എന്തെന്ന് വിളിക്കുക? 1 ലിറ്റർ എന്ന് പറയപ്പെടാം. അപ്പോൾ 10⁻³ ml 1 ലിറ്ററിന് ഇക്വലൻ്റ് ആണ്. 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബോ അതും 1 ലിറ്ററിന് ഇക്വലൻ്റാണ്. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബും മില്ലി ലിറ്ററും എന്താണ്? ആൾമോസ്റ്റ് ഈക്വലാണ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ദെൻ രണ്ടാമത്തെ ടേമാണ് പ്രഷർ. പ്രഷർ, വാട്ട് ഈസ് പ്രഷർ? പ്രഷർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രഷർ എന്ന് പറയാം. പ്രഷർ ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. പ്രഷറിൻ്റെ SI യൂണിറ്റ് ഏതാ നോക്ക്. SI യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പ്രഷറിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ, PA. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ, അതാണെന്ത്? പ്രഷറിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ പ്രഷർ അളക്കുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ മെഷർമെൻറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ SI യൂണിറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ ചില പുതിയ യൂണിറ്റുകളെ കൂടെ പരിചയപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ബാർ എന്നുള്ള യൂണിറ്റ്. ബാർ, 1 ബാർ ഈക്വൽ ടു, 1 ബാർ എന്നുള്ളത് എന്തിന് ഈക്വലാണ് നോക്ക്. 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ. 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.987 ATM. അപ്പോൾ 1 ബാർ എന്നുള്ളത് 10⁵ പാസ്കലിന് ഇക്വലൻ്റ് ആണ്, 0.987 ATM ഇക്വലൻ്റ് ആണ്. അപ്പോൾ ബാറ്, ATM ഇതൊക്കെ പ്രഷറിൻ്റെ യൂണിറ്റാണ്. ഇനി നോക്ക്, 1 ATM ഈക്വൽ ടു എത്ര പാസ്കലാ?
1.01325 into 10⁵ പാസ്കൽ. 1.01325 into 10⁵ പാസ്കൽ. അതാണ് 1 atm. അപ്പോൾ ആ 1 atm ഈസ് ഈക്വൽ ടു ഏതിന് ഈക്വലാ? 760 mmHg. 760 mmHg. ശ്രദ്ധിക്കുക, mmHg എന്ന് പറഞ്ഞാൽ മാനോമീറ്റർ മെർക്കുറി. HG എന്താണ്? മെർക്കുറി. എന്ന് പറഞ്ഞാൽ മാനോമീറ്റർ. അപ്പോൾ mmHg മാനോമീറ്റർ മെർക്കുറി. അപ്പോൾ 1 atm ഈസ് ഈക്വൽ ടു 760 mmHg, വിച്ച് ഈസ് ഈക്വൽ ടു 760 ടോർ. എന്തിന് ഈക്വലാണ്? 760 ടോറിന് ഈക്വലൻ്റ് ആണ്. ആ 760 mmHg ദാറ്റ് ഈസ് ഈക്വൽ ടു 760 ടോർ, വിച്ച് ഈസ് ഈക്വൽ ടു 1.01325 ബാർ. 1.01325 ബാർ. അത് ശ്രദ്ധിക്കേണ്ടത് 1 atm ഈസ് ഈക്വൽ ടു 1.01325 ഇൻറ്റു 10⁵ പാസ്കൽ, which is equal to 760 mmHg. That is equal to 760 torr, which is equal to 1.01325 bar. ഓക്കെ. പിന്നെ നമുക്ക് അടുത്തൊരു പാരാമീറ്റർ ഉള്ളത് ടെമ്പറേച്ചറാണ്. എന്താ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ടെമ്പറേച്ചർ മീൻസ് ഡിഗ്രി ഓഫ് ഹോട്ട്നെസ്, എത്രത്തോളം ചൂടുണ്ട് അതിനെയാണ് നമ്മൾ ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നൊക്കെ വിളിക്കുക. ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആണെന്ത്? ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് ഏതാ? കെൽവിൻ. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് കെൽവിൻ. നമുക്ക് സാധാരണ ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് തരാറുള്ളത്. ഇപ്പം ഡിഗ്രി സെൽഷ്യസിൽ ഒരു വസ്തു തന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കെൽവിനിലേക്ക് മാറ്റുക? ഡിഗ്രി സെൽഷ്യസിൽ തന്നു കഴിഞ്ഞാൽ കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ +273 ചെയ്യുക, 273 കൊണ്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് 10 ഡിഗ്രി സെൽഷ്യസ് ആണ് വിചാരിക്കുക. അപ്പോൾ എത്ര കെൽവിനാ? 10 + 273 കെൽവിൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 283 കെൽവിന് കിട്ടും. 283 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? 273 കൊണ്ട് ആഡ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് നമുക്കുള്ളത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വസ്തുക്കളുടെ അളവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് തന്നെയാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതിൻ്റെ യൂണിറ്റ് മോൾ എന്നുള്ളതാണ്. മോൾ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളാണ്. നമ്പർ ഓഫ് മോളിനെ സാധാരണ നമ്മൾ N എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. നമ്പർ ഓഫ് മോൾസ്. എങ്ങനെ നമ്പർ ഓഫ് മോൾ കാണുക? നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ചാപ്റ്ററുകൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾ N ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. W ഗിവൺ മാസ്, M മോളാർ മാസ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് N ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് മോൾ ഓർ നമ്പർ ഓഫ് മോൾ. എമൗണ്ട് ഓഫ് യൂണിറ്റ് എമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് മോൾ N. നമ്പർ ഓഫ് മോൾ N ഈക്വൽ ടു എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ഇസ് W, മോളാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് M. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് ഡീപ്പായിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ള ചില ടേമുകളാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്യേണ്ടി വരാം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഈ ഭാഗം ശ്രദ്ധിച്ചിരിക്കണം. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ദ ഗ്യാസ് ലോസ്. വാതക നിയമങ്ങൾ. ഗ്യാസ് ലോ, വാതക നിയമങ്ങൾ. ശ്രദ്ധിക്കേണ്ടത് ഗ്യാസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമുക്ക് 4 നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. ആ 4 നിയമങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ച ചില പാരാമീറ്ററുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് ടെമ്പറേച്ചർ, പിന്നെ ഒന്ന് പ്രഷർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്. ഈ 4 ടേമുകളെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മളെ 4 നിയമങ്ങളും വരുന്നത്. അതിൽ ഒന്നാമത്തെ നിയമം, ഗ്യാസ് ലോയിലെ ഫസ്റ്റ് നിയമമായിട്ട് വരുന്നത് ബോയിൽസ് ലോ എന്നുള്ളതാണ്. ബോയിൽസ് ലോ. ഒന്നാമത്തെ നിയമം ഏതാണ്? ബോയിൽസ് ലോ, ബോയിൽ നിയമം. എന്താണ് ബോയിൽ നിയമം പറഞ്ഞത്? ബോയിൽസ് ലോ സംഭവിക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ.
ബോയിൽസ് ലോയുടെ കേസിൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ബോയിൽസ് ലോ സംഭവിക്കുന്നത് എപ്പോഴാണ്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ബോയിൽസ് ലോ പറഞ്ഞത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ടി കോൺസ്റ്റന്റ് ആയി. പിന്നെ ബാക്കി രണ്ട് ടേമിന് എടുത്താൽ മതി. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അല്ലെങ്കിൽ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു, പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു. അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അല്ലെങ്കിൽ ഡെഫിനിഷൻ പറയുമ്പോൾ രണ്ട് രൂപത്തിലും പറയാം. പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അല്ലെങ്കിൽ വോളിയം ഓഫ് ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. എന്തായാലും ഇത്ര മീനിങ് ഉള്ളൂ. വോളിയവും പ്രഷറും തമ്മിൽ എന്താണ്? വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p എന്ന് എഴുതാം അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്മൾ എങ്ങനെ എഴുതാം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ വോളിയവും പ്രഷറും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, പ്രൊപ്പോർഷണലിനെ നമുക്ക് ഇക്വേഷൻ ആക്കി മാറ്റണം. അനുപാതം സമവാക്യമാക്കണം. എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/p. വി ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/p. സോ ഇനി ഈ പി എന്നുള്ളതിനെ നമ്മൾ ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. പി ഇവിടെ 1/p. പി താഴെയാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇക്വേഷൻ്റെ സൈഡ് മാറുമ്പോൾ എന്ത് ചെയ്യും? അത് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള രൂപത്തിൽ, ഗുണിക്കണം എന്നുള്ള ഫോമിലേക്ക് വരും. സോ നമുക്ക് എന്താ കിട്ടുക? പി ഇങ്ങോട്ട് വന്നാൽ പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇനി ഇതേ ഇക്വേഷൻ നമ്മൾ ഒരു കണ്ടീഷൻ മാറ്റിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു റിയാക്ഷൻ, ഒരു ടെമ്പറേച്ചർ T1 എന്നുള്ള സമയത്ത് റിയാക്ഷൻ നടക്കുക. അപ്പോൾ ആ സമയത്തുള്ള പ്രഷറിന് നമ്മൾ P1 കൊടുക്കാം, വോളിയത്തെ എന്ത് കൊടുക്കാം? V1 എന്ന് കൊടുക്കാം. പ്രഷർ P1ഉം വോളിയം V1ഉം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളത് എന്തായിട്ട് മാറും? P1 V1 ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നായിട്ട് മാറൂല്ലേ? P1 V1 ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി ടെമ്പറേച്ചർ T2. അപ്പോൾ ആ സമയത്തുള്ള പ്രഷർ P2, വോളിയം V2. അപ്പോൾ അതിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? P2 V2 ഈക്വൽ ടു കോൺസ്റ്റന്റ്. P2 V2 ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനിയൊരു കാര്യം ചെയ്യും, ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. രണ്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് RHS എന്താണ്? ഈക്വലാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് റിലേഷൻ കിട്ടും. ഏതാ റിലേഷൻ? P1 V1 ഈക്വൽ ടു P2 V2. P1 V1 ഈക്വൽ ടു P2 V2. ഈ ഇക്വേഷനാണ് നമ്മൾ ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക. ഈ ഇക്വേഷനാണ് P1 V1 ഈക്വൽ ടു P2 V2. അപ്പോൾ ഒന്നുകൂടെ പറയാം. ബോയിൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the volume of a fixed mass of gas inversely proportional to pressure. So V directly proportional to 1/p. V equal to constant into 1/p. So PV equal to constant. അതേ രൂപത്തിൽ എഴുതുമ്പോൾ P1 V1 equal to constant, P2 V2 equal to constant. അതേ രണ്ടിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ P1 V1 equal to P2 V2. ഇതാണ് ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ട ചില ഗ്രാഫുകളെ നമ്മളൊന്ന് നോക്കാം. ഏതൊക്കെ ഗ്രാഫ് നമുക്ക് ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ട് വരക്കാൻ കഴിയുന്നുണ്ടാവാം അല്ലെ? വോളിയവും പ്രഷറും തമ്മിൽ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് നമ്മൾ പഠിച്ചു. വോളിയവും പ്രഷറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഗ്രാഫ് വരച്ച് നോക്കാം. വോളിയവും പ്രഷറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുന്ന ഒരു ഗ്രാഫ് നോക്കാം. നമുക്ക് ഇവിടെ പ്രഷർ,
ഇവിടെ വോളിയം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അപ്പോൾ ആ ഗ്രാഫ് വരക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. കാരണം പ്രഷർ ഇങ്ങനെ കൂടണമെങ്കിൽ വോളിയം എന്ത് ചെയ്യണം, കുറയണം. അപ്പോൾ പ്രഷറും വോളിയവും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ശ്രദ്ധിക്കുക, ഈ ഗ്രാഫ് നമ്മൾ വരച്ചത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് അല്ലേ, ബോയിൽസിലോ ആണല്ലോ, ആ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വരക്കുന്ന ഗ്രാഫിനെ നമ്മൾ പറയാം ഐസോതേം എന്നാണ് വിളിക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വരക്കുന്ന ഗ്രാഫുകൾ എന്താണ്, ഐസോതേം. ഐസോതേം എന്ന് പറഞ്ഞാൽ സെയിം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വരക്കുന്ന ഗ്രാഫിൻ്റെ പേരെന്താണ്, ഐസോതേം. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കിയാൽ ഐസോതേം. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നടക്കുന്ന റിയാക്ഷൻ്റെ പേര് ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, ഒരു ഗ്രാഫ് അപ്പോൾ ഇങ്ങനെ വരക്കാം, വിയും പിയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പിന്നെ നമുക്ക് വേറൊരു ഗ്രാഫ് വരക്കാം, പിയും 1/വിയും തമ്മിലൊന്ന് വരച്ചു നോക്കാം. നോക്കാം, അവിടെ ശ്രദ്ധിച്ചോ, പി ഇത് 1/v. പിയും വിയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പിയും 1/വിയും തമ്മിൽ എങ്ങനെയായിരിക്കും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിയും 1/വിയും തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഗ്രാഫാണ് കിട്ടുക. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒറിജിനിൽ നിന്ന് തുടങ്ങുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്, പോസിറ്റീവ് സ്ലോപ്പുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് കിട്ടുക. പിയും 1/വിയും തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. ഇനി നോക്ക്, പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഗ്രാഫ് നമുക്ക് വരച്ചു നോക്കാം, പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഗ്രാഫ്, ഞാനൊരു ഗ്രാഫ് ഇവിടെ വരയ്ക്കുകയാണ്. പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ്. അപ്പോൾ ഇവിടെ ഇത് പി വി, ഇവിടെ പി കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. പി വിയും പിയും തമ്മിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ കിട്ടും. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എന്ത് ചെയ്യുക, ഗ്രാഫിൽ കിട്ടുക. അപ്പോൾ 3 ഗ്രാഫാണ് നമ്മൾ ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണ്, ഒന്ന് വിയും പിയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ദെൻ 1/വിയും പിയും തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. പി വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ആ പി വിയും പിയും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ കോൺസ്റ്റൻ്റ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമുക്കവിടെ കിട്ടും. അപ്പോൾ ബോയിൽസ് ലോ നമുക്ക് ഇങ്ങനെയാണ് പഠിക്കാനുള്ളത്. അത് പ്രഷറും വോളിയവും തമ്മിൽ എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇപ്പോൾ നല്ല ഉയരങ്ങളിലേക്കൊക്കെ കാലാവസ്ഥാ ബലൂണുകൾ, വെതർ ബലൂണൊക്കെ എന്ത് ചെയ്യും, വല്ലാണ്ട് ഹയർ ആൾട്ടിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് അതിൻ്റെ വോളിയം കൂടും. എന്തുകൊണ്ടായിരിക്കും, വെതർ ബലൂണിൻ്റെ വോളിയം അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് ദ വോളിയം ഓഫ് വെതർ ബലൂൺ ഇൻക്രീസസ്. വൈ? എന്തുകൊണ്ടാണ് സംഭവിക്കുക, ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ പ്രഷർ കുറയും. ഓക്കെ അല്ലേ, ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, പ്രഷർ കുറയും. ആ പ്രഷർ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, വോളിയം കൂടും. പ്രഷർ കുറഞ്ഞാൽ വോളിയം എന്ത് ചെയ്യും, കൂടും. അങ്ങനെ വോളിയം കൂടും. ഏതിന്, കാലാവസ്ഥാ ബലൂൺ, വെതർ ബലൂണിൻ്റെ ഒക്കെ കേസിൽ അതിൻ്റെ സൈസ് വലുതാവാനുള്ള റീസൺ ഇതാണ്. അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് പ്രഷർ ഡിക്രീസസ്, സോ വോളിയം ഇൻക്രീസസ്. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. 10 liter ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ് ടു ബി കംപ്രസ്ഡ് ഇൻ ടു an iron cylinder of 1 liter capacity at constant temperature. If carbon dioxide is at 1 atm pressure, what is the pressure developed in the cylinder? ചോദ്യം ഇങ്ങനെയാണ്, 10 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്, ലിറ്റർ വോളിയമാണ് അപ്പോൾ വരിക അല്ലേ, വോളിയത്തിൻ്റെ യൂണിറ്റ് ആണല്ലോ ലിറ്റർ. അപ്പോൾ 10 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് has to be compressed into an iron cylinder of 1 liter capacity. 10 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിനെ 1 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു അയൺ സിലിണ്ടറിലേക്ക് കംപ്രസ് ചെയ്തു. അപ്പോൾ രണ്ടാമതും 1 ലിറ്റർ എന്നുള്ളത് വോളിയം തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഓർമ്മ വരണം ഏത് നിയമം,
ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഏത് നിയമമാണ് വരിക? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഏതാ വരിക? ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ബോയിൽസ് ലോ. അപ്പോൾ അത് കിട്ടിയ അപ്പം നമ്മൾ എഴുതി വെക്കണം. ബോയിൽസ് ലോയുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം ചെയ്യാനുള്ള നമ്മൾ ഇക്വേഷൻ ആദ്യം അങ്ങോട്ട് എഴുതി വെക്കാം. ഏതാ ഇക്വേഷൻ? P1 V1 ഈക്വൽ ടു P2 V2. P1 V1 ഈക്വൽ ടു P2 V2. എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ ബാക്കി വായിക്കാം. ഇഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് അറ്റ് 1 atm പ്രഷർ, കാർബൺ ഡൈ ഓക്സൈഡ് 1 atm പ്രഷറിലായിരുന്നു, ദെൻ വാട്ട് ഈസ് ദ പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ സിലിണ്ടർ? അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത പ്രഷർ എത്രയാണ്? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രഷറാണ് കാണേണ്ടത് എന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നിരിക്കണം എന്താണ്? 10 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമുക്ക് അല്ലേ, ഇപ്പം നമുക്ക് 4 ടേമാണ് ഇവിടെ ഉള്ളത്. P1 V1 P2 V2. നമുക്ക് ഓരോന്നും ഇവിടെ ഇങ്ങനെ എഴുതി വെക്കാം. P1 V1 P2 V2. നമുക്ക് ഫസ്റ്റ് പറഞ്ഞത് 10 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. വോളിയം അതിൻ്റെ യൂണിറ്റ് ആണല്ലോ ലിറ്റർ. ആ ഫസ്റ്റ് വരുന്ന വോളിയം. അപ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? V1. V1 എത്രയാണ്? 10 ലിറ്റർ. V1 ഈസ് 10 ലിറ്റർ. ദെൻ അതിനെ കംപ്രസ് ചെയ്തു എവിടേക്ക്? ഒരു അയൺ സിലിണ്ടറിലേക്ക്. ആ അയൺ സിലിണ്ടറിൻ്റെ വോളിയം അത് തന്നെയാണ് അപ്പോഴത്തെ ഗ്യാസിൻ്റെ വോളിയം. അയൺ സിലിണ്ടറിൻ്റെ വോളിയം എത്രയാ? 1 ലിറ്റർ. അപ്പോൾ V2 എത്ര വരും? 1 ലിറ്റർ. V2 1 ലിറ്റർ. ദെൻ ഇഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് അറ്റ് 1 atm പ്രഷർ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രഷർ 1 atm ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രഷർ ഡെവലപ്ഡ് ഇൻ ദ സിലിണ്ടർ? സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള പ്രഷർ എത്ര? അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം V2 ആണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിലത്തെ പ്രഷർ P2 ആണ്. ആ P2 നമ്മൾ കാണണം. P1 എത്ര തന്നിട്ടുണ്ട്? 1 atm എന്ന് തരുന്നുണ്ട്. P1 ഈസ് 1 atm. അപ്പോൾ നമുക്ക് നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമുക്ക് കാണേണ്ടത് P2 കാണണം. ഇക്വേഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? P2നെ മാത്രം അവിടെ നിർത്തുക. P2നെ നിർത്തി ബാക്കിയുള്ള ടേം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിലാണ്. ഇവിടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ എന്നുള്ള ഫോമിലേക്ക് വരും അല്ലേ? ഇക്വേഷൻ്റെ ഒരു ഭാഗത്ത് ഗുണിക്കണം എന്നാണെങ്കിൽ അപ്പുറത്തേക്ക് മാറുമ്പോൾ ഹരിക്കണം എന്നുള്ള ഫോമിലേക്കാണ് വരിക. സോ P2 ഈക്വൽ ടു P2നെ അവിടെ നിർത്തിയാൽ V2 ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. സോ P1 V1 ബൈ V2. P2 ഈക്വൽ ടു എന്താണ്? P1 V1 ബൈ V2. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. P1 എത്രയാ? 1. V1 10 ബൈ V2 സെക്കൻഡ് വോളിയം 1 ഇൻറ്റു 10 ബൈ 1. ഇപ്പം എന്താ കിട്ടുക? 10. നമ്മളെന്താ കാണുന്നത്? ഇവിടെ പ്രഷറും വോളിയം അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രഷറാണ് കാണുന്നത്. പ്രഷറിൻ്റെ യൂണിറ്റ് ഏതാ? atm. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടി എന്ത്? 10 atm. അവർ ആൻസർ ഈസ് 10 atm. അപ്പോൾ ഇക്വേഷൻ കംപ്ലീറ്റ് ആദ്യം എഴുതണം. P1 V1 ഈക്വൽ ടു P2 V2. പിന്നെ ഓരോ ടേമുകൾ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുക. അവസാനം എഴുതുമ്പോൾ യൂണിറ്റ് നിർബന്ധമായിട്ടും കൊടുക്കുക. ഓക്കെ. ദെൻ നമുക്ക് ഇതേപോലത്തെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇറ്റ് വിൽ ബേഴ്സ്റ്റ്. ഇത് പൊട്ടിത്തെറിക്കും. ഇറ്റ് വിൽ ബേഴ്സ്റ്റ് ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 bar. പ്രഷർ 0.2 ബാറിൻ്റെ അവിടെ എത്തിയാൽ തന്നെ എന്ത് ചെയ്യും? ബലൂണ് പൊട്ടിത്തെറിക്കും. ഇഫ് അറ്റ് 1 bar പ്രഷർ ദ ഗ്യാസ് ഓക്യുപ്പൈസ് 2.27 ലിറ്റർ വോളിയം. 1 bar പ്രഷർ ആകുമ്പോൾ വോളിയം എത്രയാണ്? 2.27 ലിറ്റർ വോളിയം. അപ് ടു വാട്ട് വോളിയം ദ ബലൂൺ ബി എക്സ്പാൻഡഡ്? എത്ര വോളിയം വരെ നമുക്ക് ആ ബലൂണിനെ വീർപ്പിക്കാം, പൊട്ടാണ്ടിരിക്കാം? അത് ചോദ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ എന്നുള്ള മീനിങ് എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബോയിൽസ് ലോ ആണെന്ന് മനസ്സിലാക്കും. ബോയിൽസ് ലോ ആയതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബോയിൽസ് ലോയുടെ പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ എഴുതി വെക്കണം. ഏതാ ഇക്വേഷൻ? P1 V1 ഈക്വൽ ടു P2 V2. P1 V1 ഈക്വൽ ടു P2 V2.
ഓക്കെ, എന്നിട്ട് കണ്ടീഷൻ നന്നായിട്ട് നോക്ക്. ഇറ്റ് വിൽ ബേഴ്സ്റ്റ്, ആ ബലൂൺ പൊട്ടും എപ്പോൾ? ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 ബാർ. പ്രഷർ 0.2 ബാർ എത്തിക്കഴിഞ്ഞാൽ ബലൂണ് പൊട്ടും. ആ 0.2 ബാർ എത്താൻ പാടില്ല. ഇഫ് അറ്റ് 1 ബാർ പ്രഷർ, 1 ബാർ പ്രഷറിൽ ദ ഗ്യാസ് ഒക്യുപ്പൈസ് 2.27 ലിറ്റർ വോളിയം. 1 ബാർ പ്രഷറിൽ ആ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുക എത്ര വോളിയത്തിലാണ്? 2.27 ലിറ്റർ വോളിയത്തിലാണെങ്കിൽ അപ് ടു വാട്ട് വോളിയം ദ ബലൂൺ ബി എക്സ്പാൻഡഡ്, എത്ര വോളിയം വരെ നമുക്ക് ആ ബലൂണിനെ വീർപ്പിക്കാം? അപ്പം നമ്മൾ ആദ്യം ടേമുകൾ ജസ്റ്റ് ഒന്ന് നോക്കണം. P1, V1, P2, V2. നോക്ക്, ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന പ്രഷർ ഏതാ? ഇഫ് അറ്റ് 1 ബാർ പ്രഷർ, അപ്പോൾ P1 ഈസ് ഈക്വൽ ടു 1 ബാർ. P1 ഈക്വൽ ടു 1 ബാർ. 1 ബാർ പ്രഷർ ആകുമ്പോൾ അവിടുത്തെ വോളിയം എത്രയാണ്? ഇഫ് അറ്റ് 1 ബാർ പ്രഷർ ദ ഗ്യാസ് ഒക്യുപ്പൈ 2.27 ലിറ്റർ വോളിയം. 2.27 ലിറ്റർ വോളിയം. സോ V1 ഈസ് 2.27 ലിറ്റർ. പിന്നെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കുക. എപ്പോഴാണ് ഈ ബലൂൺ പൊട്ടുക? ഇഫ് പ്രഷർ എക്സീഡ്സ് 0.2 ബാർ. പ്രഷർ 0.2 ബാറിനേക്കാളും കൂടുമ്പോൾ ബലൂൺ പൊട്ടും. അപ്പോൾ ഇത് പ്രഷറിൻ്റെ ടേമാണ്. ഇതിന് നമ്മൾ P2 ആയിട്ട് എടുക്കുക. P2 0.2 ബാർ. P2 0.2 ബാർ. അപ്പോൾ 0.2 ബാർ ആകാൻ പാടില്ല. അതിനനുസരിച്ചുള്ളൊരു വോളിയത്തിലേക്ക് വീർപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ വോളിയം നമുക്ക് കാണണം. ആ വോളിയം P2വിന് കറസ്പോണ്ടിങ് ആയ വോളിയമാണ്. സോ ദാറ്റ് ഈസ് V2. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണ്? V2 ആണ് കാണേണ്ടത്, സെക്കൻഡ് വോളിയം. V2 ആണെങ്കിലോ V2 അവിടെ നിർത്തുക, P2വിനെ അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ വരും. V2 ഈസ് ഈക്വൽ ടു P1 V1 ബൈ P2. P1 V1 ബൈ P2. P1 എന്ന് പറഞ്ഞാൽ 1 ബാർ, V1 2.27 ലിറ്റർ ബൈ P2 എത്രയാ? 0.2 ബാർ. അപ്പോൾ 1 ഇൻറ്റു 2.27 ലിറ്റർ ബൈ 0.2 ബാർ. അത് ചെയ്താൽ നമുക്ക് കിട്ടുക 11.35 ലിറ്റർ എന്ന് കിട്ടും. 11.35, 11.35. ഏതിൽ? 0.2 ബാർ പ്രഷർ ആകുമ്പോഴുള്ള വോളിയം 11.35 ലിറ്റർ. പക്ഷെ 0.2 ബാർ ആയിക്കഴിഞ്ഞാൽ ബലൂൺ എന്ത് ചെയ്യും? പൊട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത്രയും വോളിയം നമുക്ക് ഉണ്ടാകാൻ പാടില്ല, അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്താൽ നമ്മൾ എത്ര വീർപ്പിക്കാൻ പറ്റും എന്നാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? സിൻസ് ദ ബലൂൺ വിൽ ബേഴ്സ്റ്റ് അറ്റ് 0.2 ബാർ പ്രഷർ. 0.2 ബാർ പ്രഷറിൽ എന്ത് ചെയ്യും? ബലൂൺ പൊട്ടും എന്നുള്ളത് കൊണ്ട് ദ വോളിയം ഓഫ് ബലൂൺ ഷുഡ് ബി ലെസ് ദാൻ 11.35 ലിറ്റർ. അതുകൊണ്ട് ബലൂണിൻ്റെ വോളിയം എത്രയായിരിക്കണം? 11.35 ലിറ്ററിൻ്റെ താഴെയായിരിക്കണം. കാരണം ഈ 0.2 ബാർ പ്രഷറിന് കറസ്പോണ്ടിങ് ആയ വോളിയമാണ് 11.35 ലിറ്റർ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബലൂൺ പൊട്ടും. അപ്പോൾ അവിടെ എത്താൻ പാടില്ല. അപ്പോൾ വോളിയം എന്ത് ചെയ്യണം? വോളിയം ഇതിനേക്കാളും കുറച്ച് കുറയണം, ജസ്റ്റ് ഒന്നിന് കുറഞ്ഞാൽ മതി. സിൻസ് ദ ബലൂൺ വിൽ ബേഴ്സ്റ്റ് അറ്റ് 0.2 ബാർ പ്രഷർ, സോ ദ വോളിയം ഓഫ് ദ ബലൂൺ ഷുഡ് ബി ലെസ് ദാൻ 11.35 ലിറ്റർ. അതുകൊണ്ട് ബലൂണിൻ്റെ വോളിയം എവിടെയായിരിക്കണം? 11.35 ലിറ്ററിനേക്കാളും താഴെയായിരിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ വാതക നിയമവുമായി ബന്ധപ്പെട്ട് ബോയിൽസ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ രണ്ടാമത്തെ നിയമത്തിൻ്റെ പേരാണ് ചാൾസ് ലോ. വാതക നിയമം, ഗ്യാസ് ലോയിൽ സെക്കൻഡ് വൺ ഈസ് ചാൾസ് ലോ. ചാൾസ് ലോ ശ്രദ്ധിക്കേണ്ടത്, ചാൾസ് ലോ സംഭവിക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, നമ്പർ ഓഫ് മോൾസ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിയിട്ട് എന്ത് സംഭവിച്ചു? ബോയിൽസ് ലോ. അപ്പോൾ രണ്ടാമത്തെ ടേമായ പ്രഷറാണ് ഇവിടെ എടുക്കുക. അത് ചാൾസ് ലോ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ചാൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് at constant pressure
നോക്കാം. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. Volume is directly proportional to temperature. So V directly proportional to T. V equal to proportional equation ആക്കാൻ എന്താ ചെയ്യുക? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ V equal to a constant into T. Then ഈ ടിയെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ V by T equal to constant. V by T equal to constant. V1 ആയിട്ട് എടുക്കാം. അപ്പോൾ V1 ബൈ T1 അല്ലേ? ഫസ്റ്റ് വോളിയം ആ സമയത്തെ ടെമ്പറേച്ചർ T1. അപ്പോൾ V1 ബൈ T1 ഈക്വൽ ടു എന്താ കിട്ടുക? V1 ബൈ T1 ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് കിട്ടും. V2 ബൈ T2 ഈക്വൽ ടു എന്തായിരിക്കും? കോൺസ്റ്റന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത അവസരങ്ങളിൽ എടുക്കുകയാണ്. ഫസ്റ്റ് സമയത്തുള്ള ടെമ്പറേച്ചർ T1, അപ്പോഴത്തെ വോളിയം V1. Second temperature T2, volume V2. So V1 by T1 is equal to constant. Similarly, V2 by T2 equal to constant. V2 by T2 equal to constant. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുക. രണ്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഈക്വൽ ആണ് അല്ലെ? കോൺസ്റ്റന്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈക്വൽ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് V1 ബൈ T1 ഈക്വൽ ടു V2 ബൈ T2. V1 ബൈ T1 ഈസ് ഈക്വൽ ടു V2 ബൈ T2. ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നുള്ളത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറാണ്. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കെൽവിൻ സ്കെയിലിലേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചാൾസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ volume of a fixed mass of gas is directly proportional to absolute temperature. Absolute temperature. So V directly proportional to T. V equal to എന്തായിരിക്കും? പ്രൊപ്പോർഷണലിനെ ഇക്വേഷൻ ആക്കി മാറ്റാൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ V equal to constant into T. So V by T equal to constant. V1 by T1 equal to constant. V2 by T2 equal to constant. അപ്പോൾ അതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ V1 by T1 is equal to V2 by T2. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രോബ്ലങ്ങൾ ചെയ്യേണ്ടി വരിക. ഇനി നമ്മളിപ്പോൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. എന്താ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? 0 കെൽവിൻ. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിലാണ്. അപ്പോൾ ഇവരെ ചാൾസ് ലോയുടെ ഗ്രാഫ് നമ്മൾ വരക്കുകയാണെങ്കിൽ, അപ്പോൾ ചാൾസ് ലോൻ്റെ ഗ്രാഫ് നമ്മളിങ്ങനെ വരക്കാം. ഒരു ഭാഗത്ത് വോളിയം ഉണ്ടാവും, ഒരു ഭാഗത്ത് ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലേ? ഇവിടെ നമ്മൾ വോളിയം എടുത്തു, എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ എടുത്തു. ടെമ്പറേച്ചർ ഏതാണ്? കെൽവിൻ സ്കെയിലായിരിക്കണം. അഥവാ ഡിഗ്രി സെൽഷ്യസ് ആണ് വിചാരിക്കാം. അപ്പോൾ തന്നെ 0 കെൽവിനെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസാണ്? ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ 273 ആഡ് ചെയ്യണം. അപ്പോൾ കെൽവിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാനോ -273 ആഡ് ചെയ്യുക, അല്ലെങ്കിൽ 273 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് വരക്കാണ്. ഗ്രാഫ് ഡിഗ്രി സെൽഷ്യസിലുള്ള ഗ്രാഫാണ് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇതൊരു -300 ഡിഗ്രി സെൽഷ്യസ്, 300. ഇവിടെ ചെന്നപ്പോൾ ഒരു -273, പിന്നെ ഒരു -200, -100 ഇങ്ങനെ പോണ ഗ്രാഫാണ്. അപ്പോൾ 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ് 0 കെൽവിൻ എന്ന് പറഞ്ഞാൽ? -273.15 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ ഗ്രാഫ് വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.
അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് 0 കെൽവിനെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 0 കെൽവിൻ എത്ര ഡിഗ്രിയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ ഈ -273.15 ഡിഗ്രി സെൽഷ്യസിന് എന്ത് ചെയ്യും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് നമ്മൾ വരക്കും. ഇതാണ് ചാൾസ് ലോയുടെ ഗ്രാഫ്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ മീൻസ് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറാണ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചു. എവിടെ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ഗ്രാഫിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ പറഞ്ഞ പേര് ഐസോകോർ എന്നാണ് വിളിക്കുക. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക ഐസോബാർ. കേട്ടോ, പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നത് എന്താണ്? ഐസോബാർ എന്ന് വിളിക്കും. The graphical representation at constant pressure that is termed as isobar. Isobar. അത് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നടക്കുന്ന ഏത് പ്രോസസ്സിനെയും നമ്മൾ ഐസോബാറിക് പ്രോസസ് എന്നാണ് വിളിക്കുക. ഐസോബാറിക് പ്രോസസ്. ദ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ ചാൾസ് ലോയുടെ ഡെഫിനിഷൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്മെന്റ് എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. പ്രോബ്ലം ചെയ്യാനുള്ള നമ്മളെ ഇക്വേഷൻ V1/T1 ഈസ് ഈക്വൽ ടു V2/T2. ഓക്കെ, ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞപ്പോൾ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് അബ്സല്യൂട്ട് സീറോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വാട്ട് ഈസ് അബ്സല്യൂട്ട് സീറോ? അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 0 കെൽവിൻ, അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. 0 കെൽവിൻ അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസ്. ഈ അബ്സല്യൂട്ട് സീറോയുടെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ. ദ ലോവസ്റ്റ് hypothetical temperature of -273 degree Celsius at which a gas is supposed to occupy 0 volume. That is called absolute zero. അതായത് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുമ്പോൾ ഇതൊരു ലോവസ്റ്റ്, ഏറ്റവും ചെറുതായ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചറാണ്. നമ്മളത് അനുമാനിക്കുകയാണ് അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളത്. ആ ടെമ്പറേച്ചറിൻ്റെ പ്രത്യേകത, ആ ടെമ്പറേച്ചറിൽ ഗ്യാസിൻ്റെ വോളിയം നമ്മൾ എത്രയായിട്ട് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. വോളിയം 0 ആയിട്ട് എടുക്കുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചറിനെയാണ് എന്തെന്ന് വിളിക്കുക? അബ്സല്യൂട്ട് സീറോ. സോ വാട്ട് ഈസ് അബ്സല്യൂട്ട് സീറോ? ദ ലോവസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ. ദ ലോവസ്റ്റ് ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചർ. The lowest hypothetical temperature എത്രയാണ് അതിൻ്റെ അളവ്? ഓഫ് -273 ഡിഗ്രി സെൽഷ്യസ്. ഓഫ് -273 ഡിഗ്രി സെൽഷ്യസ് അറ്റ് വിച്ച് ഗ്യാസ് ഈസ് സപ്പോസ്ഡ് ടു occupy 0 വോളിയം. ഗ്യാസിൻ്റെ വോളിയം 0 ആയിട്ട് വരുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയാം. വാല്യൂ -273 ഡിഗ്രി സെൽഷ്യസ്, അതായത് 0 കെൽവിൻ. -273 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 കെൽവിൻ. -273 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 0 കെൽവിൻ. ഓക്കെ, ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓൺ എ ഷിപ്പ് സെയിലിംഗ്, കപ്പലിങ്ങനെ കടലിലൂടെ യാത്ര ചെയ്യാണ്. ഓൺ എ ഷിപ്പ് സെയിലിംഗ് ഇൻ പസഫിക് ഓഷ്യൻ where temperature is 23.4 degree Celsius. A balloon is filled with 2 liter air. A balloon is filled with 2 liter air. What will be the volume of the balloon when the ship reaches Indian Ocean where temperature is 26.1 degree Celsius? അതായത്
പസഫിക് മഹാസമുദ്രത്തിലൂടെ ഒരു കപ്പൽ ഇങ്ങനെ വന്ന് അവസാനം ഇവിടെ എത്തി, ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തി. ആ പസഫിക് ഓഷ്യനിലൂടെ അതിങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാ? 23.4 ഡിഗ്രി സെൽഷ്യസ്. 23.4 ഡിഗ്രി സെൽഷ്യസ്. ആ സമയത്ത് ഒരു ബലൂൺ ഫില്ല് ചെയ്തു. എത്രയാ വോളിയം? 2 ലിറ്റർ എയർ. എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് 2 ലിറ്റർ എയർ. Then what will be the volume of the balloon when the ship reaches Indian Ocean? ഇന്ത്യൻ ഓഷ്യനിലേക്ക് ആ കപ്പലെത്തുമ്പോൾ ബലൂണിൻ്റെ വോളിയം എന്തായിരിക്കും? അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ്? 26.1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഒരു സമുദ്രത്തിലൂടെയാണ് ഇത് വരുന്നത്. പസഫിക് സമുദ്രമായാലും ഇന്ത്യൻ സമുദ്രമായാലൊക്കെ അത് ഓഷ്യനാണ്. അതുകൊണ്ട് അവിടെ പ്രഷർ സെയിം ആയിരിക്കും. പ്രഷർ സെയിം ആണെന്ന് കണ്ടാൽ നമ്മൾ വേഗം ഏത് ഇക്വേഷൻ എഴുതണം? പ്രഷർ സെയിം ആയിട്ട് നടക്കുന്നതാണെങ്കിൽ ചാൾസ് ലോ ആണ്. ചാൾസ് ലോയുടെ ഇക്വേഷൻ എഴുതണം. ഏതാ ഇക്വേഷൻ? V1/T1 = V2/T2. V1/T1 = V2/T2. എന്നിട്ട് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് ടെമ്പറേച്ചർ 23.4 ഡിഗ്രി സെൽഷ്യസ് തരുന്നുണ്ട്. നമ്മൾ ആദ്യം ടേമുകളൊക്കെ ഇങ്ങനെ എടുത്ത് എഴുതണം. V1, T1, V2, T2. ഫസ്റ്റ് നമുക്ക് ടെമ്പറേച്ചർ തന്നു 23.4 ഡിഗ്രി സെൽഷ്യസ്. പ്രോബ്ലം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ എടുക്കാൻ പാടില്ല. നമ്മൾ അതിനെ കെൽവിനിലേക്ക് മാറ്റണം. ഡിഗ്രി സെൽഷ്യസിന് എങ്ങനെയാണ് കെൽവിനിലേക്ക് മാറ്റുക? +273. അപ്പോൾ ടെമ്പറേച്ചർ, ഫസ്റ്റ് ടെമ്പറേച്ചർ T1 എന്നുള്ളത് എത്രയാ വരിക? 23.4 + 273. അത്രയും കെൽവിൻ വരും. 23.4 + 273 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 296.4 കെൽവിൻ. 296.4 കെൽവിൻ. 296.4 കെൽവിൻ. ഓക്കെ. ദെൻ ആ സമയത്തുള്ള വോളിയം, എ ബലൂൺ ഈസ് ഫിൽഡ് അറ്റ് ദാറ്റ് ടൈം വിത്ത് 2 ലിറ്റർ എയർ. അപ്പോൾ ഇവിടുത്തെ V1 എത്രയാണ്? 2 ലിറ്റർ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ബലൂൺ? ബലൂണിൻ്റെ വോളിയം പിന്നെ എന്തായിരിക്കും? അപ്പോൾ എന്താ കാണേണ്ടി വരിക? V2 കാണണം. വേർ ടെമ്പറേച്ചർ ഈസ് 26.1 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ എത്രയാണ്? 26.1 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിലേക്ക് മാറ്റണം. ആ +273 ചെയ്യണം. 26.1 + 273 എന്ന് പറഞ്ഞാൽ എത്ര വരും? 299.1. 299.1 കെൽവിൻ. 299.1 കെൽവിൻ. ഇവിടെ എഴുതാം. T2 299.1 കെൽവിൻ. ഓക്കെ. ഇത് നമുക്ക് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്താ കാണേണ്ടത്? V2 അല്ലേ? അപ്പോൾ V2 ഇവിടെ നിർത്തുക. ഈ T2നും കൂടെ ഇങ്ങോട്ട് വരിക. ഇവിടെ താഴെയുള്ളത് ഇക്വേഷൻ്റെ അപ്പുറത്ത് വരുമ്പോൾ ഇവിടെ മുകളിലായിട്ട് വരും. സോ നമ്മൾ ആദ്യം ഇക്വേഷൻ ഉണ്ടാക്കുക. V2 = V1 T2/T1. V1 T2/T1. V1 എന്ന് പറയുമ്പോൾ 2, T2 എത്രയാണ്? 299.1 T1 എത്രയാ? 296.4. 296.4. On solving we get 1.2 into 1 point something, so we get 2.018 liter. 2.018 liter. 2.018 liter. Okay. ഗ്യാസ് ലോകളിലെ ബോയിൽസ് ലോ, ചാൾസ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. തേർഡ് വൺ ഈസ് ഗേ-ലൂസാക്സ് ലോ. തേർഡ് വൺ ഈസ് ഗേ-ലൂസാക്സ് ലോ. നോക്കാം. ഗേ-ലൂസാക്സ് ലോ പറയണത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഗേ-ലൂസാക്സ് ലോയിൽ എന്താണ് കോൺസ്റ്റന്റ്? വോളിയം. അറ്റ് കോൺസ്റ്റന്റ് വോളിയം the pressure of a fixed mass of gas
is directly proportional to temperature. At constant volume, the pressure of a fixed mass of gas is directly proportional to temperature. അപ്പോൾ P directly proportional to T. നമുക്കറിയാം P equal to constant into T. So P by T equal to constant. P by T equal to constant. അപ്പോൾ നമ്മൾ അതിനെ മാറ്റുമ്പോൾ P1 by T1 P1 by T1 equal to constant. P2 by T2 equal to constant. ഈ രണ്ട് ഇക്വേഷനുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് രണ്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് RHS ഈക്വൽ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ വി ഗെറ്റ് P1 by T1 equal to P2 by T2. P1 by T1 is equal to P2 by T2. ഇതാണെന്ത് ഗേ-ലൂസാക്സ് ലോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ. P1 by T1 is equal to P2 by T2. ശ്രദ്ധിക്കുക, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലാണ് റിലേഷൻ ഉള്ളത്. ഇപ്പം നമ്മൾ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ഒരു ഭാഗത്ത് നമ്മൾ പ്രഷർ, ഹിയർ ടെമ്പറേച്ചർ. പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമ്മളെ ഗ്രാഫ് എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നത് നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ ആ ഗ്രാഫിന് നമുക്ക് ഐസോകോർ എന്ന് വിളിക്കാൻ പറ്റും. കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഗ്രാഫിനെ പറഞ്ഞ പേരാണത് ഐസോകോർ. അത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഒരു പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഐസോകോറിക് പ്രോസസ്. ദ പ്രോസസ് ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, then it is called isocoric process. അത് ശ്രദ്ധിക്കേണ്ടത് ഗേ-ലൂസാക്സ് ലോ എന്ന് പറയുമ്പോൾ അറ്റ് കോൺസ്റ്റന്റ് വോളിയം the pressure of a fixed mass of gas is directly proportional to absolute temperature. So P directly proportional to T, P equal to constant into T, then P by T is equal to constant, P1 by T1 equal to constant, P2 by T2 is equal to constant. So P1 by T1 equal to P2 by T2. Graphical representation is called isocore. The process at constant volume is called isocoric process. Okay. Then നമുക്ക് നാലാമത്തെ ലോ നമുക്ക് പഠിക്കാം. നാലാമത്തെ ലോ ഏതാണ്? അവഗാഡ്രോസ് ലോ. ഫോർത്ത് ലോ ഈസ് അവഗാഡ്രോസ് ലോ. ഫോർത്ത് വൺ ഈസ് അവഗാഡ്രോസ് ലോ. ശ്രദ്ധിക്കുക, അവഗാഡ്രോസ് ലോ സംഭവിക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറും പ്രഷറും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന സമയത്ത് വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. എപ്പോൾ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദാറ്റ് ഈസ് അവഗാഡ്രോസ് ലോ. അപ്പോൾ അവഗാഡ്രോസ് ലോ സംഭവിക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അല്ലെങ്കിൽ equal volumes of all gases contain same number of molecules. നമുക്ക് അങ്ങനെ പറയാം. Equal volume of all gases contain same number of molecule. അതും എന്താണ്? അവഗാഡ്രോസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ 4 ലോ ആണ് പഠിച്ചത്. ബോയിൽസ് ലോ സംഭവിക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ചാൾസ് ലോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ,
ഗാലുസാക്സ് ലോ അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അവഗാഡ്രോസ് ലോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗാലുസാക്സ് ലോ, അവഗാഡ്രോസ് ലോ, ഇത് നാലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ ബോയിൽസ് ലോയുടെയും ചാൾസ് ലോയുടെയും അവഗാഡ്രോസ് ലോയുടെയും കമ്പൈൻഡ് ഫോമാണെന്ത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതായത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് കിട്ടുക എങ്ങനെയാണ്? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ മൂന്നും കമ്പയർ ചെയ്തിട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ബോയിൽസ് ലോ, വോളിയവും പ്രഷറും തമ്മിൽ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p എന്ന് എഴുതിക്കൂടെ? ദെൻ ചാൾസ് ലോ, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. അവഗാഡ്രോസ് ലോ, അവഗാഡ്രോസ് ലോയിൽ എന്താണ്? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N. ഇപ്പോൾ നമ്മൾ ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ ഈ മൂന്നും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഒരു ഭാഗത്ത് V, എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡ് V ആണ്. അപ്പോൾ എന്ത് കിട്ടും? V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p ഇൻറ്റു T ഇൻറ്റു N കിട്ടും. V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p ഇൻറ്റു T ഇൻറ്റു N. ഇനി ഈ പ്രൊപ്പോർഷണലിനെ മാറ്റി നമുക്കൊരു ഇക്വേഷൻ ആക്കണം. പ്രൊപ്പോർഷണൽ ഇക്വേഷൻ ആക്കാൻ എന്താ ചെയ്യുക? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റ് ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ടാണ്. അപ്പോൾ V ഈക്വൽ ടു R ഇൻറ്റു ബാക്കി 1/p ഇൻറ്റു T ഇൻറ്റു N കിട്ടും. ഇത് ഞാൻ ഈ പ്രഷർ എന്നുള്ള ടേമിനെ ഇപ്പുറത്തേക്ക് എടുക്കാം അല്ല, ഇവിടെ P താഴെയാണ്, ഇവിടേക്ക് വരുമ്പോൾ P എവിടെയാവും? മുകളിലായിട്ട് വരും. അപ്പോൾ ഈ പ്രഷറിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്താവും? PV ഈക്വൽ ടു RTN കിട്ടും. PV ഈസ് ഈക്വൽ ടു RTN. അതിന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? PV ഈക്വൽ ടു NRT. N ഇങ്ങോട്ട് മാറ്റിയെന്നുള്ളൂ. PV ഈസ് ഈക്വൽ ടു NRT. ഈ PV ഈക്വൽ ടു NRT എന്നുള്ളതിനാണ് എന്തെന്ന് വിളിക്കുക? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഏതാണ്? PV ഈക്വൽ ടു NRT. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഈസ് PV ഈക്വൽ ടു NRT. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഏതൊക്കെ ചേർത്തിട്ടാണ്? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ഇതിൻ്റെ കമ്പൈൻഡ് ഫോമാണ് എന്ത്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതായത് PV ഈക്വൽ ടു NRT. PV ഈസ് ഈക്വൽ ടു NRT. ഇതിൽ ഓരോ ടേമും നമുക്കറിയാൻ പറ്റും. P എന്ന് പറഞ്ഞാൽ പ്രഷർ, അതേപോലെ തന്നെ V എന്ന് പറഞ്ഞാൽ വോളിയം, N നമ്പർ ഓഫ് മോൾസ്, R ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലെ, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. R എന്നുള്ള കോൺസ്റ്റൻ്റ് ആണ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുക. R ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ്, T ഈസ് ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂ നമ്മൾ പഠിച്ചിരിക്കണം. അത് വാല്യൂ സെയിം ആണെങ്കിൽ കൂടെ ഓരോ യൂണിറ്റും മാറുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? അതിൻ്റെ അളവിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതായത് R നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക പ്രഷറുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളാണെങ്കിൽ അതിന് വാല്യൂ ഉണ്ടാവും. എനർജിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിൻ്റെ വാല്യൂ വേറെ ആയിരിക്കും. അത്തരത്തിലാണ് ആറിൻ്റെ വാല്യൂ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത നോക്കാനുള്ള ടോപ്പിക് അതാണ് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് R. ആറിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസ് ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് നോക്കാം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആറിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസ്. നമുക്ക് 4 വാല്യൂ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നോക്കാം. R ഈക്വൽ ടു 0.08314. R ഈക്വൽ ടു
0.08314. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? ലിറ്റർ ബാർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഇതാണ് അതിൻ്റെ യൂണിറ്റ്. R equal to 0.08314 ലിറ്റർ ബാർ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. അതായത് നമുക്ക് പ്രഷർ തരുന്നു. പ്രഷറിൻ്റെ യൂണിറ്റ് ഏതാണ്? ബാർ എന്നുള്ള യൂണിറ്റിലാണ് പ്രഷർ തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ആറിൻ്റെ വാല്യൂ എത്രയാണ്? 0.08314. ആറിൻ്റെ അടുത്തൊരു വാല്യൂ 0.0821 ലിറ്റർ ATM കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ATM നമുക്ക് പ്രഷർ തന്നിട്ടുണ്ട്. പ്രഷർ ATM യൂണിറ്റിലാണ് ഉള്ളത്. ATM യൂണിറ്റിൽ നിന്ന് നമുക്ക് ക്വസ്റ്റനിൽ കണ്ടാൽ നമ്മൾ ആറിൻ്റെ വാല്യൂ ആയിട്ട് ഏതെടുക്കണം? 0.0821 എടുക്കണം. അപ്പോൾ R equal to 0.0821 ലിറ്റർ ATM കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഓക്കെ. ആറിൻ്റെ അടുത്ത വാല്യൂ നമ്മൾ നോക്കുക 8.314 ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ജൂൾ എനർജി തരിക. ജൂൾ എന്നുള്ള യൂണിറ്റാണ്. ജൂൾ എന്നുള്ള യൂണിറ്റിലാണ് തരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ആറിൻ്റെ വാല്യൂ എത്രയാണ്? 8.314 ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഇനി ആറിൻ്റെ ഒരു വാല്യൂം കൂടെ ഉണ്ട്. R equal to 1.987 കലോറി കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. കലോറി യൂണിറ്റ് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കേണ്ട ആറിൻ്റെ വാല്യൂ എത്രയാണ്? 1.987. പല പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അത് നേരെ 2 എന്ന് കൊടുത്തിട്ടും ചെയ്യാം കേട്ടോ. ചെറിയ വ്യത്യാസം വരുള്ളൂ. 1.987 എന്ന് പറഞ്ഞാൽ 2ലേക്ക് റൗണ്ട് ചെയ്യാം. പക്ഷേ യഥാർത്ഥ വാല്യൂ എത്രയാണ്? 1.987 കലോറി കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. അത് ശ്രദ്ധിക്കുക. ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് R equal to 0.08314 ലിറ്റർ ബാർ. ബാക്കി കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1 എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം ലിറ്റർ ബാർ കണ്ടാൽ 0.08314. R equal to 0.0821 എപ്പോഴാ? ലിറ്റർ ATM. R equal to 8.314 ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. R equal to 1.987 കലോറി കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഓക്കെ. ഇതാണ് ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് R. നെക്സ്റ്റ് ടോപ്പിക് ഡെൻസിറ്റി ആൻഡ് മോളാർ മാസ് ഓഫ് ഗ്യാസസ് സബ്സ്റ്റൻസ്. ഗ്യാസസ് സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിയും മോളാർ മാസും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? PV equal to nRT. PV equal to nRT. N എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ്. എങ്ങനെ കാണാം? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. നമ്പർ ഓഫ് മോൾ എങ്ങനെ കാണും? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ നമ്മൾ എന്നിന് പകരം W/M എന്ന് കൊടുത്ത് നോക്കാം. സോ PV ഈസ് ഈക്വൽ ടു W/M RT അല്ലേ? എന്നിന് പകരം W/M ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ദെൻ ഞാൻ ഈ V എന്നുള്ള ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. P ഇവിടെ വെച്ചിട്ട് Vയെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. സോ P ഈക്വൽ ടു എന്താ കിട്ടുക? WRT ബൈ VM. WRT ബൈ VM. നോക്ക്, W എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ്, V എന്ന് പറഞ്ഞാൽ വോളിയം അല്ലേ? W/V മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയത്തെ നമ്മൾ എന്താ വിളിക്കുക? ഡെൻസിറ്റി. D. മാസ് ബൈ വോളിയം ഈസ് ഡെൻസിറ്റി. അപ്പോൾ ഈ ടേമിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഡെൻസിറ്റി എന്ന് കൊടുക്കാം. സോ P ഈക്വൽ ടു D ഡെൻസിറ്റി RT ബൈ താഴെ ആരാളുള്ളത്? M. സോ P ഈക്വൽ ടു DRT ബൈ M. P ഈക്വൽ ടു DRT ബൈ M അല്ലെങ്കിൽ M ഈക്വൽ ടു
അല്ലെ. എം ഈക്വൽ ടു എം ഇപ്പുറത്തേക്ക് എടുക്കുക, അപ്പോൾ പി ഇങ്ങോട്ട് താഴത്തേക്ക് പോയിക്കോളും. അപ്പോൾ എം ഈസ് ഈക്വൽ ടു എന്താണ്? ഡി ആർ ടി ബൈ പി. എം ഈസ് ഈക്വൽ ടു ഡി ആർ ടി ബൈ പി. എം എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ മാസ്. ഡി ഡെൻസിറ്റി. ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ടി ടെമ്പറേച്ചർ. പി പ്രഷർ. അപ്പോൾ ഇതാണ് എം ഈക്വൽ ടു ഡി ആർ ടി ബൈ പി എന്നുള്ളതാണ് ഡെൻസിറ്റിയും മോളാർ മാസും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ ആണല്ലോ. എം ഈക്വൽ ടു ഡി ആർ ടി ബൈ പി. എം മോളാർ മാസ്, ഡി ഡെൻസിറ്റി, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ ആൻഡ് പി പ്രഷർ. ഓക്കെ, ഇനി നമുക്ക് ബോയിൽസ് ലോയും ചാൾസ് ലോയും ഗേ-ലൂസാക്സ് ലോയും തമ്മിലുള്ള ഒരു കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഏതാ നോക്കാം. ബോയിൽസ് ലോ, ചാൾസ് ലോ ആൻഡ് ഗേ-ലൂസാക്സ് ലോ, ഇതെല്ലാം കൂടെ കൂട്ടി ഈ മൂന്നെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഇക്വേഷനെയാണ് നമ്മൾ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്നാണ് വിളിക്കുക. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ഏതാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ? നമുക്ക് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ്? ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലൂസാക്സ് ലോ. ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലൂസാക്സ് ലോ മൂന്നും കൂടെ കമ്പൈൻ ചെയ്ത ഇക്വേഷനാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഇങ്ങനെയാണ്: P1 V1 by T1 equal to P2 V2 by T2. P1 V1 by T1 is equal to P2 V2 by T2. അതായത് 2 പ്രഷർ, 2 വോളിയം, 2 ടെമ്പറേച്ചർ. ഇത്തരം കേസിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് കാണാൻ പറയും, ബാക്കി എല്ലാ ടേമും നമുക്ക് തരാം. അപ്പം ഇത്തരത്തിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ മൂന്നും വേരിയബിളാണ്. മൂന്നും ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റൻ്റ് അല്ല. മൂന്നും വേരിയബിളായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഏത്? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. ആ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷനാണ് P1 V1 by T1 equal to P2 V2 by T2. P2 V2 by T2. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV equal to nRT. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ P1 V1 by T1 equal to P2 V2 by T2. ടെമ്പറേച്ചർ എടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റണം. കെൽവിനിലെ ടെമ്പറേച്ചർ മാത്രമേ പ്രോബ്ലം ചെയ്യുമ്പോൾ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. 5 liter of a gas at a pressure of 2 atm and temperature of 27 degrees Celsius is heated to 227 degrees Celsius and the pressure is raised to 6 atm. What is the volume under these conditions? നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഏതൊക്കെ ടേമുകൾ പറയുന്നുണ്ട് നോക്കാം. നമുക്ക് 5 ലിറ്റർ, അപ്പോൾ വോളിയം പറയുന്നുണ്ട്. പ്രഷർ 2 atm, പ്രഷർ പറയുന്നുണ്ട്. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചറും പറയുന്നുണ്ട്. മൂന്നെണ്ണം മാറി വരുന്ന ആൾക്കാരാണ്. മൂന്നും വേരിയബിളാണ്. മൂന്നെണ്ണം വ്യത്യാസം വരുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എഴുതി വെക്കണം. എന്താ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ? P1 V1 by T1 equal to P2 V2 by T2. P1 V1 by T1 is equal to P2 V2 by T2. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് കാണേണ്ടത് എന്നൊക്കെ നോക്കാം. നമുക്ക് നമ്മൾ ആദ്യം ഇതൊക്കെ ഇവിടെ എഴുതി വെക്കണം. P1 V1 T1 P2 V2 T2. നമുക്ക് 5 ലിറ്റർ ഓഫ് എ ഗ്യാസ്. ഫസ്റ്റ് ഒരു ലിറ്ററിനെ പറ്റി പറയുന്നുണ്ട്. ലിറ്റർ എന്ന് പറഞ്ഞാൽ വോളിയത്തിൻ്റെ യൂണിറ്റ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് തരുന്നതാണ്. അപ്പോൾ V1 എത്ര എടുക്കാം? 5 ലിറ്റർ എന്ന് എടുക്കാം. V1 ഈസ് 5 ലിറ്റർ. അറ്റ് എ പ്രഷർ ഓഫ് 2 atm. 5 ലിറ്റർ ഓഫ് എ ഗ്യാസ് എപ്പോഴാണ്? അറ്റ് എ പ്രഷർ 2 atm. ആ പ്രഷർ 2 atm. ആ P1 ഈസ് 2 atm.
ആൻഡ് എ ടെമ്പറേച്ചർ ഓഫ് 27 ഡിഗ്രി സെൽഷ്യസ്. ആ ഫസ്റ്റ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിനുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ 27 പ്ലസ് 273. നമുക്ക് 300 കെൽവിൻ എന്ന് കിട്ടും. 300 കെൽവിൻ. ദെൻ ആൻഡ് ദ പ്രഷർ ഈസ് റൈസ്ഡ് ടു 6 atm. പ്രഷർ എത്രയായിട്ട് മാറി? 6 atm ആയിട്ട് മാറി. അപ്പോൾ P2 എത്രയാണ്? 6 atm. എപ്പോഴാണ് മാറിയത്? 27 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഹീറ്റഡ് ടു 227 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ 27ൽ നിന്നും എത്രയായിട്ട് മാറിയിരിക്കുന്നത്? 227 ഡിഗ്രി സെൽഷ്യസ്. 227 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിനാ? 227 പ്ലസ് 273 ദാറ്റ് ഈസ് ഈക്വൽ ടു 500 കെൽവിൻ. സോ T2 500 കെൽവിൻ. വാട്ട് ഈസ് ദ വോളിയം അണ്ടർ ദീസ് കണ്ടീഷൻ? ഈ കണ്ടീഷനിൽ വോളിയം എന്തായിരിക്കും? ആ P2 T2 ഉണ്ട്. അപ്പോൾ നമ്മൾ V2 ആണ് കാണേണ്ടത്. V2 എന്ത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? V2നെ ഇക്വേഷൻ്റെ അവിടെ നിർത്തി ബാക്കിയുള്ള ടൈമിലൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. P2 ഇവിടെ മുകളിലാണ്, ഇങ്ങോട്ട് വരുമ്പോൾ താഴേക്ക് വരും. T2 ഇവിടെ താഴെയാണ്, ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ മുകളിലേക്ക് വരും. സോ V2 ഈക്വൽ ടു എന്താ കിട്ടുക? P1 V1 T2 ബൈ P2 കൂടെ അങ്ങോട്ട് വരും, P2 T1 ഈക്വൽ ടു V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ P1 പകരം 2, V1 5, T2 500 ഡിവൈഡഡ് ബൈ P2 6. P2 എത്രയാണ്? 6. T1 300 അല്ലേ? T1 എത്ര വരും? 300. P2 6, T1 300. ഒന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 എന്ന് പറയുമ്പോൾ 2, V1 5, T2 500, P2 6 atm, T1 300. അതെല്ലാം കൂടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 2.771 കെൽവിൻ. 2.771 കെൽവിൻ. അപ്പോൾ അവിടുത്തെ നമുക്ക് കാണേണ്ട എന്തായിരുന്നു? വോളിയം. V2 ആണല്ലോ. അപ്പോൾ 2.771 ലിറ്റർ. 2.771 ലിറ്റർ. ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം ഈ 3 ടേമും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. അതായത് P1 V1 ബൈ T1 ഈസ് ഈക്വൽ ടു P2 V2 ബൈ T2. പിന്നെ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിൽ തരാം, നമ്മൾ എന്ത് ചെയ്യണം? കെൽവിനിലേക്ക് മാറ്റണം. കെൽവിനിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക? പ്ലസ് 273 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോഴാണ് ഡിഗ്രി സെൽഷ്യസ് എന്തായിട്ട് മാറുക? കെൽവിനിലേക്ക് മാറുക. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ 7 gram N2 അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 750 mm പ്രഷർ. കാണേണ്ടത് എന്താണ്? വോളിയമാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. വോളിയം ഒക്യുപ്പൈഡ് ബൈ 7 gram N2. ഏതാ കണ്ടീഷൻ? അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 750 mm പ്രഷർ. ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമുക്കിവിടെ പ്രഷർ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, 7 gram ഗിവൺ മാസ് തന്നിട്ടുണ്ട്, പിന്നെ നൈട്രജൻ ആണ്, മോളാർ മാസ് നമുക്കറിയും, വോളിയം നമുക്ക് കാണണം. അപ്പോൾ നമ്മളെങ്ങനെ വോളിയം കാണാം? അപ്പോൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം, PV ഈക്വൽ ടു NRT ആണ്. PV ഈസ് ഈക്വൽ ടു NRT. അതിൽ നമ്മൾ V കണ്ടാൽ മതി കേട്ടോ. വോളിയം V ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ V ഈസ് ഈക്വൽ ടു എന്ത് വരും? NRT ബൈ P എന്ന് വരും. V ഈസ് ഈക്വൽ ടു NRT ബൈ P.
N എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ്, അതായത് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എത്രയാണ്? 7 gram. മോളാർ മാസ് എത്രയാ? N2ൻ്റെ മോളാർ മാസ്, നൈട്രജൻ മോളിക്യൂൾ N2, നൈട്രജൻ്റെ അറ്റോമിക് മാസ് 14. അപ്പോൾ N2ൻ്റെ മോളിക്കുലാർ മാസ് 28. അപ്പോൾ 7/28 എന്ന് വരും. പിന്നെ അപ്പോൾ N കിട്ടി. ദെൻ ആറിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ പ്രഷർ ടേം ഉണ്ട്. അപ്പോൾ പ്രഷറിന് നമുക്ക് എന്ത് ചെയ്യാം? ATM എന്നുള്ള യൂണിറ്റിൽ എടുക്കാം. തന്നിരിക്കുന്നത് mm പ്രഷറിലൊക്കെയാണ്, നമ്മളതിനെ ATMലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ പ്രഷർ ATMലാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 0.0821. 0.0821. പിന്നെ ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ്. 27 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എത്ര കെൽവിനാ? +273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 300 കെൽവിൻ എന്ന് കിട്ടും അല്ലേ? 300 കെൽവിൻ, 300 കെൽവിൻ. ഓക്കെ. പിന്നെ പ്രഷർ ടേം മാത്രമേ ബാക്കിയുള്ളൂ. ശ്രദ്ധിക്കേണ്ടത് എത്രയാണ് പ്രഷർ തന്നിട്ടുള്ളത്? 750 mm പ്രഷറാണ്. അപ്പോൾ അതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 750 mm Hg, ഇതാണ് ഇപ്പോൾ പ്രഷർ. നമ്മൾ നേരത്തെ പ്രഷറിൻ്റെ യൂണിറ്റുകളൊക്കെ പഠിച്ച ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 ATM എന്ന് പറഞ്ഞാൽ എത്ര പ്രഷറാണ്? 1 ATM 760 mm Hg എന്ന് പഠിച്ചിട്ടുണ്ടാവും. കൺവേർഷൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. 1 ATM = 760 mm Hg പ്രഷർ. ഇപ്പോൾ ഇവിടെ 750 mm ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 1 mm Hg പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 mm Hg പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ 760 ഇപ്പുറത്തെ കൊണ്ടുവന്നാൽ പോരെ, 1/760 എന്ന് വരും അല്ലേ? 1/760. പിന്നെ 1 m ആണ്, അതുകൊണ്ട് 1/760 × 1 ATM അങ്ങനെ കിട്ടും. ക്വസ്റ്റ്യനിൽ 1 mm അല്ല തന്നിട്ടുള്ളത്, 750 mm Hg പ്രഷറാണ്. മാനോമീറ്റർ മെർക്കുറി ഇല്ല. അപ്പോൾ ഇവിടെ 750 mm Hg ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് എത്ര ATM ആ? 1/760 × 750 ATM. 1/760 × 750 ATM. അപ്പോൾ പ്രഷർ എന്നുള്ള ഭാഗത്ത് നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? 750/760 ATM. അപ്പോൾ പ്രഷർ എത്രയാണ് ഇവിടെ? 750/760 ATM. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N പകരം 7/28, 6.0821, ടെമ്പറേച്ചർ 300, പ്രഷർ 750/760. നമ്മൾ ATMലേക്ക് മാറ്റിയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ആറിന് ഈ വാല്യൂ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് 6.23 ലിറ്റർ എന്ന് കിട്ടും. 6.23 ലിറ്റർ. 6.23 ലിറ്റർ. ഓക്കെ. മൂന്നാമത്തെ പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് അമോണിയ NH3 at 30 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 5 ATM പ്രഷർ. 30 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 5 ATM പ്രഷറിൽ അമോണിയയുടെ ഡെൻസിറ്റി എന്തായിരിക്കും? ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പ്രഷറൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ D = എന്താണ്? D = PM/RT. D = എന്താണ്? PM/RT അല്ലെ? P = DRT/m എന്ന് പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ D = PM/RT. നോക്ക്, പ്രഷർ എത്രയാണ്? 5 ATM. M എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ മാസ്. മോളാർ മാസ് ഓഫ് അമോണിയ NH3യുടെ മോളാർ മാസ് എത്രയാണ്? നൈട്രജൻ 14, ഹൈഡ്രജൻ 1, 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 1 × 3, അപ്പോൾ 14 + 3 17. ആറിൻ്റെ വാല്യൂ നമുക്കറിയാം. നമ്മൾ പ്രഷർ എന്നുള്ള ടേം വന്നിട്ടുണ്ട് ATMലാണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ എത്ര എടുക്കണം?
0.0821. 0.0821. Then temperature എത്രയാണ്? 30 ഡിഗ്രി സെൽഷ്യസ്. 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര കെൽവിനാ? 30 + 273. 273 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 303 കെൽവിൻ. 303 കെൽവിൻ, 303 കെൽവിൻ എന്ന് കിട്ടും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിക്ക് പകരം 5, എം എത്രയാണ്? 17, ആറിൻ്റെ വാല്യൂ 0.0821, ടെമ്പറേച്ചർ 303. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റി എത്രയാണ് കിട്ടുക? 3.4 gram per liter എന്ന് കിട്ടും. ഡെൻസിറ്റി നമുക്ക് കിട്ടുന്നത് 3.4 gram per liter. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? ഗ്രാം പെർ ലിറ്റർ. 3.4 gram per liter. അപ്പോൾ ഓക്കെ, ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ ഏത് ഉപയോഗിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന മറ്റു ടേമുകൾ ഡിപ്പെൻഡ് ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ.